എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അവർക്ക് മാറ്റം വരുന്നു, അവർക്ക് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല എന്നതിനെക്കുറിച്ചാണ്. ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. റിസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് കാലാതീതമാണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടറോട്ട് കാർഡ് റീഡിങ്ങിൻ്റെ ഏറ്റവും ശാസ്ത്രീയമായ ഒരു റീഡിംഗ് ആണ്. നമുക്ക് നോക്കാം. നിങ്ങൾ ആഗ്രഹിച്ച പോലെ അവർക്ക് മാറ്റം വരുന്നു, അവർ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് പോകില്ല എന്നുള്ളതാണ്. ആദ്യത്തെ കാർഡ് സ്ട്രെങ്ത്താണ്. സ്ട്രെങ്ത്ത് എന്ന് പറയുന്ന കാർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് വിശ്വാസവും ധൈര്യവും ഉള്ളിലെ വ്യക്തിയുടെ സാന്നിധ്യവും ഒക്കെ കാണിക്കുന്നു. ആ വ്യക്തിക്ക് നിങ്ങളുടെ കൂടെ തുടരാൻ, പ്രണയത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ശക്തി അതിജീവിക്കാൻ കഴിവുണ്ട്, ആഗ്രഹമുണ്ട്. ആ വ്യക്തിയുടെ മനസ്സ് അതുപോലെ തന്നെയാണ്. അവരുടെ ഉള്ളിലെ ധൈര്യവും വിശ്വാസവും അവരെ ഈ ബന്ധത്തിൽ പങ്കാളികളായി നിലനിർത്തുകയാണെന്ന് പറയുന്നു. അതായത് ആ വ്യക്തി നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്നു. ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. ആ വ്യക്തിയുടെ സ്നേഹം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി നൽകുന്നു. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരൊറ്റ വിശ്വാസമേ ഉള്ളൂ, അത് നിങ്ങളോടുള്ള പ്രണയമാണ്, ഇഷ്ടമാണ്. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ സ്നേഹം ആ വ്യക്തി ആവോളം അറിയാൻ ആഗ്രഹിക്കുന്നു. ആ വ്യക്തി എന്നെന്നും നിങ്ങൾക്കൊപ്പം നിലനിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പകരമായി ആര് വന്നാലും അതിനൊന്നും സ്വീകരിക്കാൻ ആ വ്യക്തി തയ്യാറല്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്നും നിങ്ങൾക്ക് വേണ്ടി ഒരിടം തയ്യാറാക്കി വച്ചിരിക്കുന്ന, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും, ആരൊക്കെ എതിർത്താലും നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനോ നിങ്ങളെ വെറുക്കാനോ ഒരു നിമിഷം പോലും ആ വ്യക്തിക്ക് കഴിയില്ല. വലിയ കരുത്ത്, വലിയ സാന്നിധ്യം ഒക്കെ നിറയുകയാണ്. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ദൃഢത കൈവരികയാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തി ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ്. ആ വ്യക്തിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ല. അതിശക്തമായ ഒരു ജീവിതം, അതിശക്തമായ ഒരു ലൈഫ്, അത് സമൃദ്ധമായിട്ട് ഉണ്ടാവുകയാണ്. ആ വ്യക്തിക്ക് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് പോകാൻ കഴിയില്ല. ആർക്കും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ മായ്ക്കാനും കഴിയില്ല. വലിയ ശക്തിയിൽ ആ വ്യക്തി തുടരും. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ പ്രചോദനവും മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ആ വ്യക്തിയുടെ ജീവിതവും ഒക്കെ തുടരുകയാണ്. അതല്ലാതെ മറ്റൊന്നില്ല. വളരെ സംശുദ്ധമായി, വളരെ ശക്തിയിൽ നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ്, സ്നേഹിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. നിങ്ങളോടുള്ള സ്നേഹവും കരുതലും ആ വ്യക്തി ആവോളം മനസ്സിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. നിങ്ങളല്ലാതെ മറ്റാരും ആ വ്യക്തിയുടെ മനസ്സിലില്ല. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമാണ്. ആർക്കും അത് മായ്ക്കാനും കഴിയില്ല. ഏറ്റവും രസകരമായ സംഭവം അതാണ്. ആരൊക്കെ വിചാരിച്ചാലും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയാൻ കഴിയില്ല. അത്രത്തോളം ശക്തമായി നിങ്ങളിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. തീർച്ചയായിട്ടും പ്രണയസംബന്ധിയാണ് ആ വ്യക്തിയുടെ മനസ്സ്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള എത്രത്തോളം സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടറിയാം. ദി ലവേഴ്സാണ് കാർഡ് വന്നിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് നൽകേണ്ടത്? ഇനിയും എന്താണ് നൽകേണ്ടത്? ലവേഴ്സ് ഒരു ശക്തമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഭാവന, ചേരൽ എന്നിവയുടെ സൂചനയാണ്. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളോട് കൂടിച്ചേരാനും നിങ്ങൾക്കൊപ്പം സ്വപ്നം കണ്ട് ജീവിക്കാനും മാത്രമാണ് ഇഷ്ടം. അതുതന്നെയാണ് ആ വ്യക്തി ഹൃദയത്തിൽ കണക്കാക്കുന്നത്. ഇനി അതിൻ്റെ അപ്പുറത്തേക്കില്ല. ഈ ബന്ധം അവരുടെ ഉള്ളിൽ ഒരു വലിയ പ്രണയത്തെ സൃഷ്ടിക്കുന്നു, വലിയ ആനന്ദത്തെ സൃഷ്ടിക്കുന്നു, ആത്മാർത്ഥതയെ കാണിക്കുന്നു. ഇതിൻ്റെ നന്മ അവരെ നിങ്ങളുടെ കൂടെ എന്നും നിർത്തും. അവരെ ഉപേക്ഷിക്കാൻ കഴിയില്ലെന്ന് പറയാൻ സാധ്യതയുണ്ട്. നിങ്ങളോട് പറയും, നീ ഇല്ലാതെ എനിക്ക് ജീവിതമില്ല. അത് നിങ്ങളോട് തുറന്ന് പറയാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ മനസ്സിൽ തന്നെ അത് വെക്കും, എന്നെന്ന് നിങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്യും. പക്ഷേ ചിലപ്പോൾ നിങ്ങളോട് വെട്ടി തുറന്ന് പറയും, നിങ്ങളില്ലാതെ എനിക്കൊരു ജീവിതമില്ല, നിങ്ങളില്ലാതെ അല്പം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ശക്തമായി പറയും. ഏതായാലും
ദി ലവേഴ്സ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. പ്രണയമാണ്, പ്രണയം മാത്രമാണ്. നിങ്ങളെ ഒരിക്കലും പിരിയാൻ കഴിയില്ല. നിങ്ങൾ എത്രമാത്രം അവർ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ അറിഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമായിരിക്കും. കാരണം അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു. ജീവിതം നിങ്ങൾക്ക് വേണ്ടി മാത്രമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലപാടെടുക്കുകയും നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുകയും ചെയ്യുന്നു. അത് തന്നെയാണ് ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും. അത് ആരൊക്കെ എതിർത്താലും ആരൊക്കെ പറഞ്ഞാലും നിങ്ങളില്ലാതെ ഒരു മുന്നോട്ട് പോക്കില്ല. നിങ്ങളില്ലാതെ ഒരു തിരിച്ചു പോക്കില്ല. എവിടെയൊക്കെ പോയാലും എന്തൊക്കെ സംഭവിച്ചാലും ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ കളയാൻ കഴിയുന്നില്ല. ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ മാറ്റാൻ കഴിയുന്നില്ല. അഗാധമായ ബന്ധം, അഗാധമായ ഇഷ്ടം, എന്നെന്നും നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലപാടെടുത്ത് നിലകൊള്ളുന്നു എന്നുള്ളതാണ് അവസ്ഥ. എപ്പോഴും ഹൃദയത്തിൽ നിങ്ങളുള്ള ഒരു വികാരമാണ് അവിടെ കാണുന്നത്. പ്രണയമാണ് മുഖ്യഭാഗം. നമുക്ക് മൂന്നാമത്തെ കാർഡിലേക്ക് പോകാം. ദി ഹാംഡ് മാൻ. ദി ഹാംഡ് മാൻ കാർഡ് മാറ്റത്തിൻ്റെ ചിഹ്നമാണ്. എന്നാൽ ഇത് വിരോധങ്ങൾക്കുള്ള ഒരു പുതിയ നിലപാടാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതായത് ആ വ്യക്തി ഇപ്പോൾ അവരുടെ കണലിൽ പുതിയ വെളിച്ചം കണ്ടെത്തുന്നു. എന്നാൽ നിങ്ങളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നാലും അവർ ഇപ്പോൾ ഒരു പുതിയ ദൃഷ്ടികോണം സ്വീകരിക്കുകയും നിലനിൽക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. അതായത് നിങ്ങളെ ഇഷ്ടപ്പെട്ടപ്പോൾ ആ വ്യക്തി ഒരുപാട് വെല്ലുവിളികൾ സ്വീകരിക്കേണ്ടി വന്നു. ആ വ്യക്തിക്ക് നിങ്ങളെ 100% ഇഷ്ടമായിരുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ടായിരുന്നു. നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനത്തിനപ്പുറം ചില ആളുകൾ എല്ലാ കാര്യങ്ങളുടെയും കണക്കുകളും എല്ലാ കാര്യങ്ങളുടെയും താക്കോലും എടുത്തു. എല്ലാം അവർ തീരുമാനിക്കുന്ന രീതിയിലേക്കായി. നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറ്റാത്ത അവസ്ഥയായി. എല്ലാം അവർ തീരുമാനിക്കുകയും നിങ്ങളുടെ ഓരോ ചലനങ്ങളും അവർ തന്നെ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളിൽ നിന്ന് വിട്ടുപോയൊരു നിമിഷം എല്ലാം കൈവിട്ടുപോയി. നിങ്ങൾക്ക് തന്നെ തോന്നി ആ വ്യക്തി ബുദ്ധിപരമായോ ധീരമായോ ഒരു നിലപാടെടുക്കുന്നില്ല. നിങ്ങളെ എതിർക്കുന്ന ആളുകൾക്കൊപ്പം നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നി. നിങ്ങളെ എതിർക്കുന്നവർക്കൊപ്പം നിന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് തോന്നി. ആ സാഹചര്യത്തിലാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ആ വ്യക്തി പുതുതായി കടന്നു വരുന്നത്. നിങ്ങളുടെ മനസ്സിലേക്ക് ആ വ്യക്തി പുതുതായി കടന്നു വരുമ്പോൾ എല്ലാ പ്രതീക്ഷകളും എല്ലാ സ്വപ്നങ്ങളും വീണ്ടും പൂവണികയാണ്. നിങ്ങളെ ഏതൊക്കെ തരത്തിൽ അവർ ഉപദ്രവിച്ചോ, നിങ്ങളെ ഏതൊക്കെ തരത്തിൽ അവർ ബുദ്ധിമുട്ടിച്ചോ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തീരുമാനങ്ങൾ ആ വ്യക്തി സ്വന്തമായി എടുക്കുന്നു. അവിടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് ആ വ്യക്തി കാണിക്കുന്നുണ്ട്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സ് ആ വ്യക്തി കാണിക്കുന്നുണ്ട്. നിങ്ങളൊരിടത്ത് ഒറ്റയ്ക്ക് തനിച്ചാക്കി വിജനമായ ഒരു ഘട്ടത്തിൽ ഇട്ടിട്ട് ഉപേക്ഷിച്ച് പോയ നിലയിലായിരുന്നു. പക്ഷെ ആ വ്യക്തി നിങ്ങളെ തേടി പിടിച്ചു വരുന്നു. എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല. എത്ര വലിയ ശക്തികൾ എന്നോടത് ആവശ്യപ്പെട്ടാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. എൻ്റെ തീരുമാനം നിനക്ക് അനുകൂലമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി എത്തുന്നൊരു ഘട്ടമാണ്. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ആശങ്കകളും ഒക്കെ മാറുകയാണ്. പ്രണയത്തിൻ്റെ കാര്യത്തിൽ ആ വ്യക്തി നിങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്നു. ഒരു അണുവിട വ്യത്യാസമില്ലാതെ നിങ്ങളെ സ്നേഹിക്കുന്ന മനസ്സുമായിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ വ്യക്തി എത്തുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാം. ഈ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.